നമസ്കാരം. സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിനെതിരെ വീണ്ടും അച്ചടക്ക നടപടി സ്വീകരിച്ച നടപടി വിവാദമായിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായ ഉദ്യോഗസ്ഥനെതിരെ നടപടി കൈക്കൊണ്ടത് സർക്കാർ പടിയിറങ്ങുന്ന വേളയിലാണ് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ തനിക്ക് സസ്പെൻഷൻ ഓർഡർ ലഭിച്ചിട്ടില്ലെന്നാണ് പ്രശാന്ത് IAS വ്യക്തമാക്കുന്നത്. വഴിയെ പോകുന്ന ആരോ നൽകിയ പരാതിയിലാണ് സസ്പെൻഷൻ എന്നാണ് അറിഞ്ഞതെന്നും പ്രശാന്ത് വ്യക്തമാക്കി. കാര്യവും കാരണവും വ്യക്തമല്ല. ആരുടെ പരാതിയുടെ മേലാണ് നടപടി എന്നത് മാത്രമാണ് അറിയുന്നത്. പരാതിയുടെ കോപ്പി ഇല്ലെന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാറിവരുന്ന നേതാക്കന്മാരെ തീരുമാനിക്കേണ്ടതല്ല ഇതൊക്കെ. സ്ഥാനം തിരിച്ചു ലഭിക്കേണ്ടത് സർക്കാർ മാറി വരുമ്പോൾ അല്ലല്ലോ. നീതി ലഭിക്കാൻ സർക്കാർ മാറി വരണമെന്ന് പറയുന്നത് മോശമാണ്. ആദ്യത്തെ സസ്പെൻഷനിൽ റിവ്യൂ കമ്മിറ്റി മുഖ്യമന്ത്രി നോട്ട് നൽകിയെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഹിയറിംഗ് പോലും നടന്നിട്ടില്ല. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കുന്നു. നിയമവിരുദ്ധമായി നടപടിയെടുത്ത് അത് മാറാൻ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ്. അസഹിഷ്ണുതയ്ക്ക് ഒരു പരിധിയുണ്ട്. എല്ലാവർക്കും വാഴ്ത്തുപാട്ട് പാടാൻ പറ്റില്ലല്ലോ എന്നും പ്രശാന്ത് പറഞ്ഞു. സർക്കാരിൻ്റെ ഏത് കാര്യമാണ് രഹസ്യമായി വെക്കേണ്ടതുള്ളത്? നടപടിക്രമങ്ങൾ പാലിക്കാത്തതിലും അഴിമതിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസാരിക്കാനുള്ള അവകാശമാണ് നിയന്ത്രിക്കുന്നത്. മിണ്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാർ സംവിധാനത്തിൽ പല താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടലുകളുണ്ട്. ST വകുപ്പിൽ കോടിക്കണക്കിന് രൂപയുടെ ഫയലുകൾ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. താൻ പരിഗണിച്ചിരുന്ന ഫയൽ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തി പിൻവലിച്ചു. സർക്കാരിൽ തീർച്ചയായും ലോബിയുണ്ടെന്നും കോക്കസ് ഉണ്ടെന്നും പ്രശാന്ത് IAS പ്രതികരിച്ചു. പ്രശാന്തിനെതിരെ ഇത് 8ാം തവണയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. നിലവിൽ സസ്പെൻഷനിലിരിക്കെയാണ് വീണ്ടും നടപടി. ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് നോട്ടീസ് പ്രശാന്തിന് നൽകി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ ജയതിലകനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് പ്രശാന്തിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കെയാണ് സസ്പെൻഷൻ. ജയതിലകനെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം കലർത്തി വിമർശിക്കുകയായിരുന്നു എൻ പ്രശാന്ത്. ജയതിലക് കൽപ്പിക്കുന്ന രീതിയിൽ ഫയലും റിപ്പോർട്ടും നോട്ട് എഴുതാൻ വിസമ്മതിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കരിയറും ജീവിതവും നശിപ്പിച്ചെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. വെളിപ്പെടുത്തലുകൾ തുടരുമെന്നും പ്രശാന്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ഡോക്ടർ ജയതിലകിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടി 2024 നവംബർ 11 അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ ഗോപാലകൃഷ്ണനെയും ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരേ ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യവുമായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിന്നീട് സർക്കാർ പിൻവലിച്ചിരുന്നു. പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഘട്ടം ഘട്ടമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനിടയിലാണ് പുതിയ നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത്. നിലവിലെ സസ്പെൻഷൻ കാലാവധി പുനഃപരിശോധിക്കാനായി റിവ്യൂ കമ്മിറ്റി ചേരാനിരിക്കെയാണ് പ്രശാന്തിനെതിരെ വീണ്ടും നടപടിയുണ്ടാകുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ സസ്പെൻഷനിലായിട്ടും തന്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന രീതിയിലാണ് പ്രശാന്ത് പെരുമാറുന്നത്. സർക്കാരിൻ്റെയും സർവീസ് ചട്ടങ്ങളുടെയും വിലക്കുകൾ മറികടന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും തൻ്റെ വെളിപ്പെടുത്തലുകൾ തുടരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ 8ാമത്തെ അച്ചടക്ക നടപടിക്കും കാരണമായത്. ഈ പുതിയ നടപടിയുടെ ഭാഗമായി പ്രശാന്തിന് കുറ്റപത്രം നൽകിയിട്ടുണ്ട്. സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലെന്ന കർശന നിലപാടിലാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ. പ്രശാന്തിനൊപ്പം സസ്പെൻഷനിലായ ഗോപാലകൃഷ്ണനെ പിന്നീട് തിരിച്ചെടുത്തെങ്കിലും പ്രശാന്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നായിരുന്നു ഇടത് സർക്കാരിന്റെ തീരുമാനം. ഘട്ടം ഘട്ടമായ അച്ചടക്ക നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ സർവീസ് ചട്ടലംഘനങ്ങളിൽ കർക്കശമായ മറുപടി നൽകാനാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വിവിധ ചട്ടലംഘനങ്ങളുടെ പേരിൽ നിരന്തരം നടപടികൾ നേരിട്ടിട്ടും ഔദ്യോഗിക പദവിയിലിരുന്ന് വീണ്ടും സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് സിവിൽ സർവീസിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു.